അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിക്ക് വീണ്ടും പുതുജീവൻ. പദ്ധതിയുടെ പകുതി ചെലവ് വഹിക്കാൻ കേരളം തീരുമാനിച്ചതിന് പിന്നാലെ കേന്ദ്ര ബജറ്റിൽ ഇന്ത്യൻ റെയിൽവേ 505 കോടി രൂപ വകയിരുത്തിയിരിക്കുകയാണ്. ഇതോടെ പദ്ധതിക്ക് കേന്ദ്രത്തിന്റെ പിന്തുണ വർദ്ധിച്ചുവെന്ന സൂചനയാണ് ലഭിക്കുന്നത്. അന്തിമ ലൊക്കേഷൻ സർവേ പൂർത്തിയാക്കിയാൽ മാത്രമേ ഈ തുക ഉപയോഗിച്ച് ഭൂമി ഏറ്റെടുക്കാൻ കഴിയൂവെന്നതാണ് പ്രധാന കാര്യം. ബജറ്റ് നേരത്തെ അവതരിപ്പിച്ചിരുന്നെങ്കിലും വിവിധ സോണുകളിലെ പദ്ധതി വിഹിതം സംബന്ധിച്ച രേഖ കഴിഞ്ഞ ദിവസം പുറത്തുവന്നു. ഗുരുവായൂർ തിരുനാവായ പാതയ്ക്ക് 280 കോടി രൂപയും നൽകിയിട്ടുണ്ട്. ആലപ്പുഴ വഴിയുള്ള പാത ഇരട്ടിപ്പിക്കലിന് 400 കോടി രൂപയും ഈ ബജറ്റിൽ നീക്കിവച്ചിട്ടുണ്ട്. അതേസമയം എറണാകുളത്തെ അങ്കമാലി മുതൽ ശബരിമലയ്ക്ക് സമീപം എരുമേലി വരെ ഏകദേശം 111 കിലോമീറ്റർ ദൂരത്തിലാണ് ഈ പാത നിർമ്മിക്കുന്നത്. മധ്യ കേരളത്തിലേക്കും ശബരിമല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുമുള്ള റെയിൽ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. ശബരിമല സീസണിൽ മേഖലയിലെ റോഡുകളിലെ തിരക്ക് കുറയ്ക്കാനും ഈ പാത സഹായിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. ശബരി റെയിൽ പദ്ധതിയുടെ പുതുക്കിയ എസ്റ്റിമേറ്റ് 3800.93 കോടി രൂപയായി സതേൺ റെയിൽവേയുടെ അക്കൌണ്ട്സ് വിഭാഗം അംഗീകരിച്ചു. മുൻപ് 2815 കോടിയും പിന്നീട് 3454.09 കോടിയുമായിരുന്നു. എന്നാൽ സമീപകാലത്തുണ്ടായ പണപ്പെരുപ്പവും രൂപകൽപ്പനയിലെ മാറ്റങ്ങളും കൊണ്ട് ചെലവ് വർദ്ധിക്കുകയായിരുന്നു. നിലവിലെ ധാരണ പ്രകാരം പദ്ധതിയുടെ ആകെ ചെലവിന്റെ 50%, അതായത് ഏകദേശം 1900.46 കോടി രൂപ കേരളം വഹിക്കും. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി ഈ തുക കണ്ടെത്താമെന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തെ അറിയിച്ചിട്ടുണ്ട്. ഇത് പദ്ധതി ആസൂത്രണ ഘട്ടം കടന്ന് നിർമ്മാണത്തിലേക്ക് നീങ്ങാൻ സഹായിക്കും. പുതിയ ഫണ്ടുകൾ ലഭ്യമായിട്ടും ഭൂമി ഏറ്റെടുക്കലാണ് പദ്ധതി നേരിടുന്ന പ്രധാന വെല്ലുവിളി. ഏകദേശം 274 ഹെക്ടർ ഭൂമിയാണ് ആവശ്യമുള്ളത്. 1000 കോടി രൂപയോളം ഭൂമി ഏറ്റെടുക്കാൻ മാത്രം വേണ്ടിവരുമെന്ന് കണക്കാക്കുന്നു. എറണാകുളം ജില്ലയിൽ മാത്രം 500 കോടി രൂപയിലേറെയാണ് ഭൂമി ഏറ്റെടുക്കൽ ചെലവ്. ഇത് ഈ പ്രദേശത്തെ ഉയർന്ന ഭൂമി വിലയെ സൂചിപ്പിക്കുന്നു. അങ്കമാലി മുതൽ കാലടി വരെയുള്ള ആദ്യത്തെ 7 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇതുവരെ പാത നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനായി ഏകദേശം 264 കോടി രൂപ ചിലവഴിച്ചു. എരുമേലിയിലേക്കുള്ള ബാക്കി 109 കിലോമീറ്റർ ദൂരത്തിൽ പ്രധാന നിർമ്മാണ പ്രവൃത്തികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. ഭൂമി ഏറ്റെടുക്കൽ പൂർത്തിയായാൽ മാത്രമേ വലിയ തോതിലുള്ള നിർമ്മാണം ആരംഭിക്കൂ എന്ന് റെയിൽവേ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അങ്കമാലി എരുമേലി ശബരി റെയിൽ പദ്ധതിയുടെ പൂർത്തീകരണ തീയതി ഇന്ത്യൻ റെയിൽവേയോ കേരള സർക്കാരോ ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. നിലവിൽ അന്തിമ ഭൂമി സർവേകൾ, പുതിയ വിശദമായ എസ്റ്റിമേറ്റുകൾ, സംസ്ഥാന കേന്ദ്ര തലത്തിലെ ഔപചാരിക ചെലവ് പങ്കിടൽ അംഗീകാരങ്ങൾ എന്നിവ പൂർത്തിയാക്കുന്നതിലാണ് അധികൃതർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവും കേരളത്തിൽ നിന്ന് ഭരണാധികാരികളും തമ്മിൽ നടന്ന ചർച്ചകളിൽ പദ്ധതിക്ക് തത്വത്തിൽ അംഗീകാരം ലഭിച്ചിരുന്നു. എന്നാലും സമയബന്ധിതമായി ഭൂമി കൈമാറ്റം, ഫണ്ട് ലഭ്യത, കരാർ നടപടികൾ എന്നിവയെ ആശ്രയിച്ചിരിക്കും യഥാർത്ഥത്തിലുള്ള പുരോഗതി. ഒരു കമ്മീഷൻ ചെയ്യുന്ന വർഷം പ്രഖ്യാപിക്കാതെ പദ്ധതി ഇപ്പോൾ വിപുലമായ ആസൂത്രണ ഒരുക്കഘട്ടത്തിലാണ്. പാത കടന്നുപോകുന്ന 3 ജില്ലകളായ എറണാകുളം, ഇടുക്കി, കോട്ടയം എന്നിവിടങ്ങളിലാണ് ഭൂമി ഏറ്റെടുക്കൽ നടപടി പുരോഗമിക്കുന്നത്. 3 ജില്ലകളിലായി ആകെ 305.71 ഹെക്ടർ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത റെയിൽവേക്ക് കൈമാറും. സ്ഥലമെടുപ്പിന്റെ മുഴുവൻ ചെലവും സംസ്ഥാന സർക്കാരാണ് വഹിക്കുക. ഇതിനായി ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കാനുള്ള നടപടി ഉണ്ടാകും. ജില്ലാ കളക്ടർമാർ ആവശ്യമായ ഭൂമിയുടെ വിവരങ്ങൾ സർക്കാരിന് കൈമാറിയിട്ടുണ്ട്. പദ്ധതിയുടെ ആകെ ചെലവ് ഏകദേശം 3800.9 കോടി രൂപയെന്നാണ് കണക്കാക്കുന്നത്. പ്രധാനമായും കടന്നുപോകുന്ന സ്ഥലങ്ങൾ അങ്കമാലി, കാലടി, പെരുമ്പാവൂർ, ഓടക്കാലി, കോതമംഗലം, മൂവാറ്റുപുഴ, വാഴക്കുളം, തൊടുപുഴ, കരിങ്കുന്നം, രാമപുരം, ഭരണങ്ങാനം, ചെമ്മലമറ്റം, കാഞ്ഞിരപ്പള്ളി, എരുമേലി എന്നിവ. 1997-98 റെയിൽവേ ബജറ്റിലാണ് ഈ പദ്ധതി ആദ്യമായി പ്രഖ്യാപിച്ചത്. എന്നാൽ വിവിധ കാരണങ്ങളാൽ പുരോഗതി മന്ദഗതിയിലായിരുന്നു. ഇപ്പോൾ സംസ്ഥാന സർക്കാർ നേരിട്ട് പങ്കാളിയായതോടെ പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. ശബരിപാതയെ തിരുവനന്തപുരത്തേക്കും തുടർന്ന് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്കും നീട്ടാനുള്ള സാധ്യതകളെക്കുറിച്ചുള്ള പഠനവും സർക്കാർ ആലോചിക്കുന്നുണ്ട്. ഇതിനായി ബജറ്റിൽ പ്രാഥമിക പഠനത്തിന് 2 കോടി രൂപ മാറ്റിവെച്ചിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.